ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ഫ്രഷ് കൊഴിയാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ തോരൻ വയ്ക്കാം. അപ്പോൾ അത് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാമേ. നല്ല ഫ്രഷ് കൊഴിയാളയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊഴിയാള അല്ലെങ്കിൽ കണ്ണൻ കൊഴിയാള നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മുടെ ചട്ടിക്കകത്ത് വെച്ചു. അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, നമ്മുടെ ഇത് എന്താ പറയുന്നത് കുടംപുളി, കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്മി ഒന്ന് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് ശരിയാക്കണം. അപ്പോൾ ഇതൊന്ന് ഉപ്പ് എരിയൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇത് തിരുമ്മി വെക്കുക. നമ്മളിത് വരയാതൊക്കെ മൊത്തത്തിലങ്ങ് നീളത്തിലിട്ടതല്ലേ. അപ്പം ഇത് ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇത്രയും സാധനങ്ങൾ. പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇഷ്ടം മീൻ തോരനാണ്. ഏത് മീനും മീൻ തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മീൻ തോരനും കപ്പ പുഴുങ്ങി നിന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പ് എരിയും പിടിക്കാൻ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ഞാൻ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത് ഇരുന്ന് അതിൻ്റെ ഉപ്പ് എരിയൊക്കെ അങ്ങ് പിടിക്കും. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല ഉപ്പ് എരിയൊക്കെ പിടിച്ചവിടെ ഇരിപ്പുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചതയ്ക്കാനുള്ള സാധനം എടുത്ത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ 6-7 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ട് തേങ്ങ കേട്ടോ. 2-3 പച്ചമുളക് ഓൾറെഡി ഞാൻ 4-5 പച്ചമുളക് ഉള്ളതിനകത്ത് കീറിയിട്ടിട്ടുണ്ട്. ഇത് ചതയ്ക്കാനാണ്. 3 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, അതിലേക്ക് സവാള വേണമെങ്കിൽ ഇടാം. പിന്നെ കറിവേപ്പില, പിന്നെ ഉലുവാപ്പൊടി ഉണ്ട്, കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ചതച്ചിട്ട് വരാം. വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് വെളുത്തുള്ളി. അപ്പോൾ ഇത്ര നമുക്ക് ചതച്ചിട്ട് വരാമേ. അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ഉപ്പേരിയൊക്കെ പിടിച്ചിരിക്കും. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരത്തെ മീനൊക്കെ ഉപ്പ് എരിയും പിടിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ നമ്മൾ ചേർത്തേ, പിന്നെ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, പുളി, ഇത്രയും തേച്ച് നമ്മൾ എനിക്കിതൊരു 10 മിനിറ്റ് ആയി കാണും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് എന്ന് വെച്ചാൽ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചതച്ച് ഇതിനകത്തോട്ട് ഇടും. അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് ഒരു ഏകദേശം ഉപ്പേരിയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് നല്ലതുപോലെ, ഇത് പീര നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഗുണവും എന്ന് വെച്ചാൽ ഒത്തിരി എണ്ണയൊന്നും ചേരുന്നില്ലല്ലോ. അപ്പം നല്ലതുപോലെ എടുക്കുക. പിന്നെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണം. നമ്മൾ ആ മിക്സി കഴുകിയ ജസ്റ്റ് ഇതിനകത്തൊന്നും ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓൺ ചെയ്യാം. അഡീഷണൽ വെള്ളമൊന്നും നമ്മൾ ചേർത്തില്ല. മിക്സി കഴുകി കുറച്ച് വെള്ളം, എനിക്കൊന്ന് 2 സ്പൂൺ വെള്ളം കാണും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. എല്ലാം കൂടെ മതി വേവാൻ കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ വെള്ളം കണ്ടോ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 സ്പൂൺ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടേക്കണേ. പകുതി കുക്കായി. ഇനി അത് കുറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ. തിരി കുറച്ചിട്ടേക്കാം. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 5 മിനിറ്റ് ആയപ്പം തന്നെ നമ്മുടെ മീനൊക്കെ വെന്ത് നല്ല സൂപ്പറായി കണ്ടോ. നമ്മുടെ വെള്ളം കുറച്ച് വെള്ളമില്ല കണ്ടോ, സൂപ്പറായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഉപ്പ് എരിയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അങ്ങനെ ചെയ്ത് വെച്ചോണ്ടേ, നമ്മൾ പരട്ടിയൊക്കെ വെച്ചതുകൊണ്ട് അത് ഉപ്പ് എരിയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഈ ചട്ടിക്കകത്ത് കിടന്ന് ഇത് പിന്നെ എന്താ പറയുന്നത് ഒന്നുകൂടെ ഇത് വേവുന്നു എല്ലാം ഞാൻ നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കണ്ടോ. വലുതുണ്ട്, നല്ല വിട്ട് മാംസം വിട്ട് വരുന്നുണ്ട്. ഇനി കൂടുതലിട്ട് ഇളക്കി കുളവാക്കണ്ട. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ മീൻ തോരനാണ്. ഏത് മീനും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഉപ്പ് എരിയും പിടിക്കത്തക്ക രീതി ആദ്യം നമ്മളൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് സോക്ക് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം, കറിവേപ്പില ഇടാം. അതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.